ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് നിങ്ങൾ സെല്ല് ചെയ്യുമ്പോൾ അതിൽ എന്ത് തരം ടാക്സ് ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്? 65% മുകളിലെ ഇക്വിറ്റീസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സ് ആണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ്. ഇതിൽ രണ്ട് ടൈപ്പ് ടാക്സുകളാണ് വരാനുള്ളത്. ഒന്ന് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ്, ഒന്ന് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് സെല്ല് ചെയ്യുന്നത് 1 ഇയറിന് താഴെയാണെങ്കിൽ അതിൽ ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണ്. ഇനി നിങ്ങൾ സെല്ല് ചെയ്യുന്നത് 1 ഇയറിന് ശേഷമാണെങ്കിൽ അതിൽ ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണ്. ഇന്ത്യയിൽ സെക്ഷൻ 111A അണ്ടറിൽ വരുന്ന എല്ലാ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസും ടാക്സ് ചെയ്യുന്നത് 15%. അതായത് ലെറ്റ്സ് സേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത് 1 lakh ആണ്, നിങ്ങൾ സെല്ല് ചെയ്യുന്ന സമയത്ത് 2 lakhs ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അതിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത 1 lakh കുറയ്ക്കുക, ബാക്കി വരുന്ന 1 lakhൽ 15% ആയിരിക്കും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ വരുന്നത്. ഇന്ത്യയിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് വരുന്നത് 10%. പക്ഷെ ഒരു ഇൻഡിവിജ്വലിന് ഒരു വർഷം 1 lakh rupeesന്റെ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. ലെറ്റ്സ് സേ നിങ്ങൾ ഒരു 1 lakh ആണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, നിങ്ങളത് ഏതാനും വർഷങ്ങൾക്ക് ശേഷം അത് സെല്ല് ചെയ്യുകയാണ്. സെല്ല് ചെയ്യുന്ന സമയത്ത് 3 ലക്ഷമാണ് തിരിച്ചു കിട്ടുന്നതെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന 1 lakh അതിൽ നിന്ന് കുറയ്ക്കണം. അത് കഴിഞ്ഞ് ടാക്സ് എക്സംപ്റ്റ് ചെയ്തിരിക്കുന്ന 1 lakhും അതിൽ നിന്ന് കുറയ്ക്കണം. ബാക്കി എത്ര വന്നു? ബാക്കി 1 lakh ആണ്. ഈ 1 lakhൽ 10% ആയിരിക്കും നിങ്ങൾക്ക് വരുന്ന ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇത് ആവശ്യമുള്ള ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.